എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ റെസിപ്പി ഒരു ഉഗ്രൻ വെറൈറ്റി ആയിട്ടുള്ള ലഡുവാണ്. പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ലഡുവാണ്. അപ്പൊ ഈ പൈനാപ്പിൾ ലഡു ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് പ്രിൻസേട്ടൻ നവ്യ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ ബേക്കറി ഉണ്ട്, അവിടെ നിന്ന് ഈ പൈനാപ്പിൾ ലഡു കൊണ്ടുവന്ന് ടേസ്റ്റ് ചെയ്ത് ഉഗ്രൻ സംഭവം. അപ്പൊ അങ്ങനെ നമ്മള് ബേക്കറിയിൽ നിന്ന് മേടിക്കുമ്പോ നല്ല കോസ്റ്റ് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ അത്ര കോസ്റ്റ് വരുന്നില്ല. അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ആ ഒരു റെസിപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും അന്നോട്ട് പറഞ്ഞു തുടങ്ങിയതാണ് പ്രിൻസേട്ടൻ ഈ ലഡു ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ ഉഗ്രൻ ടേസ്റ്റ് ആയിട്ട് തന്നെ വരും. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ലഡു ആണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ചെറിയ ഗ്ലാസിന്റെ ആ ഒരു അളവിൽ വെച്ചിട്ടാണ് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും പറയാൻ പോണത്. അപ്പൊ നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് വെച്ചാൽ ആ അളവിൽ പറയാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിള്, നല്ല മധുരമുള്ള പൈനാപ്പിൾ ആട്ടോ. 3 ഇതുപോലത്തെ ഗ്ലാസ്സിൽ ഞാൻ അരിഞ്ഞിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. 3 ഗ്ലാസ് കേട്ടോ. പിന്നെ കോക്കനട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് വേണ്ടത്, പക്ഷെ ഞാൻ സാധാരണ കോക്കനട്ട് ആണ്. നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. 2 ഗ്ലാസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഷുഗർ 1.5 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് മിൽക്ക് പൗഡർ, പിന്നെ കുറച്ച് നട്ട്സ്, ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി, പിന്നെ നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് വേണം. അപ്പൊ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് കോക്കനട്ട് എടുക്കുക. അപ്പൊ ഞാൻ 2 ഗ്ലാസ് എടുത്തിരിക്കണേ. ഇത് നമ്മള് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചു നേരം അതിന്റെ ആ ഒരു വാട്ടർ കണ്ടന്റ് ഇല്ലേ, അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുത്ത ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ടോ. അപ്പൊ അതൊന്ന് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കാം. അപ്പൊ ടോട്ടൽ ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. കണ്ട ഡ്രൈ ആയത് കണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ കപ്പിലിട്ടൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിള് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ആ സെയിം കപ്പിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. ഇനി വീണ്ടും നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ പൈനാപ്പിള് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത് ഇതിലേക്ക് പതുക്കെ ആഡ് ചെയ്യാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഒരു 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ ഒന്ന് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. അതായത് പൈനാപ്പിൾ ചെറുതായിട്ടൊന്ന് കുക്കാവാം, അത്രേ വേണ്ടൂ. ഇപ്പൊ ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പൈനാപ്പിൾ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഇതിന് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതും ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ 2 മിനിറ്റ് നമ്മൾ സോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടി എടുത്തു വെച്ചത് ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മള് ഏലക്കായ പൊടിയും കൂടി ആഡ് ചെയ്യാം. ഈ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്നൊരു തിക്കായി വരുന്ന ആ ഒരു പരുവം. ഇത് ഇട്ട വഴിക്ക് കുറച്ച് തിക്കാണ്, എന്നാലും കുറച്ചും കൂടി നമുക്ക് ഉരുട്ടാവുന്ന ഒരു പാകം വരും. ആ പരുവെത്തുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരുവിധം നമ്മുടെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇതൊരു വാം സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഒരു കയ്യിൽ പിടിക്കാവുന്ന ആ ഒരു ചൂടായില്ല കേട്ടോ. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതിലൊരു നട്ട്സോ അല്ലെങ്കിൽ കറുത്ത മുന്തിരിയോ എന്താണ് നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മള് ബാക്കി ഇവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം.